നമുക്കെല്ലാവർക്കും അറിയാം ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മാസം തന്നെയാണ്. അതെ. സ്കൂളൊക്കെ പൂട്ടി എല്ലാരും ട്രിപ്പ് ട്രാവൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു ഭീകരാക്രമണം ഉണ്ടായത്. ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ആക്രമണത്തിൽ നിന്ന് ആ ഒരു പെൺകുട്ടി, ആദ്യമേ തന്നെ വിനയ് നെർവാളിന്റെ കാര്യം നമുക്ക് പറയാം. വിവാഹം കഴിഞ്ഞ് മധുവിധം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചിയിലെ നേവി ഓഫീസർ ആയിരുന്നല്ലോ ലഫ്റ്റനന്റ് വിനയ് നെർവാൾ, അദ്ദേഹത്തിന്റെ ഭാര്യയും കൊണ്ട് അവിടെ എത്തി. പതിവ് പോലെ തന്നെ അവരുടെ ആ വിനോദസഞ്ചാരം ആരംഭിച്ചതേ ഉള്ളൂ. അതായത് മനോഹരമായ ഒരു ആ കാഴ്ചയും കണ്ട് ആസ്വദിച്ച് കുശലം പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കുറെ ആളുകൾ ഇന്ത്യൻ പട്ടാളക്കാരുടെ യൂണിഫോം ധരിച്ച് അവരേക്ക് കടന്നു വന്നതും മതം ചോദിച്ച് നിങ്ങൾ ഹിന്ദുവാണോ നിങ്ങൾ മുസൽമാനാണോ എന്ന് ചോദിച്ച് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഹെഡ് ഷോട്ട് ചെയ്ത് കൊല്ലുകയും മുസ്ലിം ആണെങ്കിൽ മാറ്റി നിർത്തുകയും ചെയ്തത്. ഇതൊരു ഭീകരമായിട്ടൊരു ആക്രമണം തന്നെയാണ്. ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ആക്രമണം നമ്മൾ കണ്ടത് അന്നൊക്കെ നമ്മൾ കുഞ്ഞാണ്. 2008 മുംബൈ അറ്റാക്ക് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അത് നമ്മളന്ന് കുഞ്ഞാവുമ്പോൾ നമുക്ക് അതിന്റെ ആഴം അത്ര വ്യക്തമായിരുന്നില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു വർഷം തികഞ്ഞു എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട് ഇവരിൽ നിന്ന് സുരക്ഷിതരാണോ? ഇല്ല. ആ ഒരു നടുക്കത്തിൽ നിന്ന് ഇതുവരെ വിമുക്തരായിട്ടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇതൊക്കെ ഒരു പ്രൊപ്പഗണ്ടയാന്ന് പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നതിനെ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിൽ ആ വിനയ് നെർവാളിന്റെ ഭാര്യ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്, പെട്ടെന്ന് എല്ലാവരും ചിലർ ഓടിച്ചെതറിപ്പോയി. അതിനിടയ്ക്ക് ആ ഒരു പ്രദേശവാസി തന്നെ ആ അക്രമികളെ തടയാൻ നോക്കുമ്പോൾ അയാളെ വരെ കൊല്ലുകയുണ്ടായിരുന്നു. ഇവരൊക്കെ പറയുന്നത് ജയ ശ്രീറാം വിളിച്ചിട്ടാണ് പൊതുവെ കൊല്ലുന്നതെന്നാണ്. പക്ഷെ അവിടെ ഒരു വിളി നമ്മൾ കേട്ടത് എന്താണ്? അല്ലാഹു അക്ബർ എന്നാണ് വിളി കേട്ടത്. അപ്പോൾ ഈ ജയ ശ്രീറാം വിളിച്ച് കൊല്ലുന്നു പറയുന്നവർ എന്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് കൊല്ലുന്നു പറയുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ അവിടെ കേട്ടതാണ്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് കൊല്ലുന്നതും കേട്ടു. അതുമല്ല, ഒരു സ്ത്രീ ആ ഭർത്താവിനെ അയാൾ കൊന്നിട്ട് ആ ഒരു തീവ്രവാദിയോട് ഒരു സ്ത്രീ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, എന്നെ ഭർത്താവിനെ കൊന്നു, എന്നെയും കൂടെ കൊന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന മറുപടി പോയി മോദിയോട് പറയൂ എന്നാണ്. മോദിയോട് പറഞ്ഞു. കാരണം ദശലക്ഷക്കണക്കിനുള്ള സ്ത്രീകളുടെ ആ ഒരു കരച്ചില് മോദി കേട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പ്രതികാരം എന്ന പോലെ നമ്മൾ ഒരു ഒരു റിവെഞ്ച് നമ്മൾ എടുത്തു. ആ ഒരു റിവെഞ്ചിന്റെ പേര് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ. കാരണം ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിന് അതിനേക്കാൾ വലിയ ഒരു പേര് കൊടുക്കാനില്ല. അതും അതിന്റെ തലപ്പത്ത് അതിനെ നിയന്ത്രിച്ചതും പെൺപട തന്നെയാണ്. തീർച്ചയായിട്ടും. എത്ര പെൺപടകളാണ് അതിന്റെ തലപ്പത്ത് നിന്നത്? ആണുങ്ങളുണ്ട്, ഇല്ലെന്നല്ല നമ്മൾ പറയാം. പക്ഷെ പ്രധാനമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്ത് ചെയ്തത് സ്ത്രീകൾ തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ മറുപടി. അതെ. ഈ ഒരു മറുപടിയാണ് നമ്മൾ 2008 പ്രതീക്ഷിച്ചത്. പക്ഷെ അന്ന് നമുക്കത് കാണാൻ കഴിഞ്ഞില്ല. 2008 മുംബൈ അറ്റാക്കിൽ ഒരേ സമയം 5 സ്ഥലങ്ങളിൽ എങ്ങാണ്ടും അറ്റാക്ക് നടന്നു. നമ്മൾ അതും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ നമ്മൾ ഇറങ്ങിയത്, മേജർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയതാണ്. അത് ശരിക്കും കണ്ട് നമുക്ക് അത്രയും അത് മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചത്. അതും ഇതുപോലെ തന്നെ എല്ലാവരും ഫാമിലി ആയിട്ടും ഔട്ടിങ്ങിനൊക്കെ പോയിരിക്കുന്ന സമയമാണ്. പല പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതും കടൽ മാർഗം തന്നെ തീവ്രവാദികൾ ഇതിലേക്ക് കടന്നു വരുന്നു, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നു. ഒരേ സമയമാണ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ പ്ലാൻ ചെയ്തിട്ടാണ്. അതായത് ഒരേ സമയം നമ്മുടെ ഇപ്പോ നാവികസേനയല്ല, നമ്മുടെ ഇവിടുത്തെ സുരക്ഷാ സേനകൾ തന്നെ അവർക്കൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ ആദ്യം പോകും? ഒരേ സമയം 5 ഇടത്തുനിന്ന് ഒരേപോലെ വിളിക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര ഒരു സീൻ തന്നെ. പക്ഷെ എന്നിട്ട് ഇത്രയും ഒരു സംഭവം 2008 ഉണ്ടായിട്ടും ഇന്ത്യ ഏറ്റവും കൂടുതൽ നടുങ്ങിയ ഒരു ദുരന്തമായിരുന്നു, ഒരു ഭീകരാക്രമണമായിരുന്നു അത്. അന്ന് തിരിച്ചടിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം അന്ന് ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് വർഷങ്ങൾക്ക് ശേഷം, അതായത് കഴിഞ്ഞ വർഷം ചിദംബരം, അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ പി ചിദംബരം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അന്ന് തിരിച്ചടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ആരാ തടഞ്ഞതെന്ന് കേൾക്കുന്നു? അമേരിക്ക പറഞ്ഞു നിങ്ങൾ തിരിച്ചടിക്കരുത്, നിങ്ങൾ സമാധാനപരമായിട്ട് നീങ്ങണം. ആ ഒരൊറ്റ വാക്ക് കേട്ടിട്ടാണ് ഈ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ്, അന്നത്തെ പ്രധാനമന്ത്രി നമ്മുടെ മൻമോഹൻ സിംഗ് തിരിച്ചടിക്കാൻ തയ്യാറായില്ല. ഇന്ന് തിരിച്ചടിച്ചിട്ട് 2 ദിവസം മുന്നേ നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദിയുടെ ജാലവിദ്യയാണ് ഓപ്പറേഷൻ സിന്ദൂർ, ബാൽക്കോട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ട വാക്കുകളാണോ അത്? ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയാ? ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്? ഇപ്പോഴേ കുറെ ആളുകൾ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാണ്
രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഒരു സംഭവം നടക്കുമ്പോൾ, അതായത് ഈ ഒരു പഹൽഗാം അറ്റാക്ക് നടക്കുമ്പോൾ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇതേപോലെ ഒരു റിവഞ്ച് അല്ലെങ്കിൽ മറുപടി കോൺഗ്രസിന് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോഴും ഇപ്പോഴും കോൺഗ്രസ് ഒരു എന്താ പറയാ അടിയറവ് വെച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ശരിക്കും ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇപ്പൊ തരം താഴ്ത്തി ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. ഒരു വിഭാഗം ആളുകൾ തന്നെയാണ്. കോൺഗ്രസ്സുകാരും ഉണ്ട്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഏത് നേരവും വോട്ട് ചോരി കിട്ടുന്ന എല്ലായിടത്തും പറഞ്ഞ്, അതായത് പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ പൊട്ടി വീണ വിമാനങ്ങളുടെ എണ്ണമാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അല്ലാതെ ആ സംഭവത്തിന്റെ ഒരു എന്താണ് നിജസ്ഥിതി നല്ല പുള്ളിക്കാരൻ അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ വാദം സ്ത്രീകളുടെ സിന്ദൂർ തന്നെ മായ്ച്ചതല്ലേ? ഈ കൊല്ലപ്പെട്ടത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരാണ്. ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത്. ഇനിയുള്ള ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. അതും തന്റെ ഭർത്താവിന്റെ മരണം മുന്നിൽ കണ്ടവരാണ് അവർ. ആ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പൊ നമുക്ക് 1 വർഷമായി, പക്ഷെ അവരിപ്പോഴും അതിൽ തന്നെ നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുവാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ആ ഒരാഴ്ച കഴിഞ്ഞ കുട്ടിയാണ് വിധവയായത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഇനി ജീവിതം ഉണ്ടല്ലോ. ആ ഒരു ഷോക്ക് ആ കുട്ടിക്ക് കിട്ടി. ആ ഷോക്കിൽ നിന്ന് എത്ര നാളെടുക്കും അതൊന്ന് മോചിതയാകാനായിട്ട്? ചീറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് സ്വന്തം ഭർത്താവിന്റെ, അതും ഒരാൾ മാത്രമല്ല, ഒരേപോലെ അത്രയും ആളുകൾ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ സ്ത്രീകളെയും കൊല്ലാമായിരുന്നു. അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ ക്രൂരതയാണ് ആ തീവ്രവാദികൾ ചെയ്തത്. കാരണം കൺമുന്നിൽ ഷോക്ക് കൊടുക്കുക, മാനസിക നില തെറ്റിക്കുക, ഇതെല്ലാം വലിയൊരു അവരെന്താണോ അവിടെ ഉദ്ദേശിച്ചത് ശരിക്കും അതാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിന് ശരിക്കും എത്രത്തോളം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിച്ചാലും മതിയാവുകയില്ല എന്നാണ് നമുക്ക് പറയുന്നത്. അതിലൊരു ചെറിയൊരു അംശം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതെ, ഇത്രയെങ്കിലും കൊടുത്തത് നമുക്കൊരു ആശ്വാസമായെന്ന് തന്നെ പറയാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പ്രഖ്യാപിച്ചതും അതിനെതിരെ തിരിച്ചടിച്ചതും ഒക്കെ. ഇത് ദീപാവലി പോലെയല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ആ ഒരു വിഷ്വൽസ് കണ്ടതാണല്ലോ. ദീപാവലിക്ക് നമ്മൾ എങ്ങനെയാണോ പടക്കം പൊട്ടിച്ച് ആസ്വദിക്കുന്നത്, അതേപോലെ ദീപാവലി തന്നെയാണ് നമ്മൾ കൊടുത്തു വിട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ ഇപ്പോഴും ആ പഹൽഗാം അറ്റാക്കും ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്തൊരു സമൂഹം നമുക്കിടയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഒത്തൊരുമ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ലേ അത്? തീർച്ചയായിട്ടും. ഈ നാട്ടിൽ ശരിക്കും അങ്ങനെയല്ലല്ലോ നിൽക്കേണ്ടത്. അതായത് ഇപ്പോ തന്നെ ഇറാനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നവർ, അന്നീ മറ്റേ പഹൽഗാം അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ തെരുവിലിറങ്ങി ആരെങ്കിലും പ്രതിഷേധിച്ചോ? ആരെങ്കിലും കരഞ്ഞ് സംസാരിച്ചോ? ഒന്നുമില്ല. യുദ്ധം പടിവാതിക്കൽ എത്തി വന്നു കഴിഞ്ഞാൽ വളരെ വിഷമകരമായിരിക്കുമെന്ന് പറഞ്ഞ ഒരു തൃപ്പൂണിത്തുറയിലെ MLA ഉണ്ടായിരുന്നു, M. സ്വരാജ്. അദ്ദേഹം ഈ ഇന്ത്യക്ക് എതിരെ നടക്കുന്ന എന്തൊരു സംഭവത്തിലും പുള്ളി മിണ്ടത്തില്ല. അതേസമയം ഇന്ത്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും, ലോകരാജ്യങ്ങൾ അങ്ങോട്ട് വഴക്കിട്ട് കഴിഞ്ഞാലും, യുദ്ധം ചെയ്തു കഴിഞ്ഞാലും പുള്ളിക്കാരൻ ഭയങ്കര പവർഫുൾ ആയിട്ട് സംസാരിക്കും. അതേസമയം ഇന്ത്യക്കെതിരെ നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാലും, ഇങ്ങോട്ട് ആരെങ്കിലും അറ്റാക്ക് ചെയ്താലും രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മിണ്ടില്ല. കോൺഗ്രസിന്റെ ആരും തന്നെ, സോണിയാഗാന്ധി മിണ്ടില്ല, പ്രിയങ്ക ഗാന്ധി മിണ്ടില്ല, ഇവിടെയുള്ള ഒറ്റ CPM-കാരും മിണ്ടില്ല, ആരും അപലപിക്കുക കൂടിയില്ല. ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മിണ്ടില്ല, ഒരാള് സംസാരിക്കില്ല. അതേസമയം അങ്ങ് വേറെ എവിടെയോ ഇറാനിൽ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ മനസ്സമാനം നഷ്ടപ്പെട്ടു, യുദ്ധം കാരണം അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു, എത്ര പേരാണ് മരിച്ചത്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നപ്പോൾ തന്നെ എത്ര പേരാണ് അവിടെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത്. ഇവിടെ കഫിയ ധരിച്ചിട്ട് സമ്മേളനം വരെ നടത്തിയവരുണ്ട്. അവരൊക്കെ ഈ ഒരു സംഭവത്തിൽ, അതായത് ഈ പഹൽഗാം നടന്നപ്പോൾ ആരെങ്കിലും പ്രതികരിച്ച് നമ്മൾ കണ്ടോ? കാണില്ല. അപ്പോൾ നമ്മുടെ അപ്പൊ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരേ സമയം 2 കാര്യമുണ്ട്. ഒന്ന് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ തലമുറ, ഇനി വളർന്നു വരുന്ന തലമുറ ഇതിൽ ഏതാണ് സത്യമെന്ന് തിരിച്ചറിയാത്ത ഒരു രീതിയിലേക്ക് പോകും. രണ്ട് വാക്കുകൾ ഇവിടെ കേൾക്കുവാണല്ലോ. ഒന്ന് കേൾക്കുന്നത് ഇന്ത്യനെ ഒറ്റ കൊടുത്ത ചരിത്രമാണ് ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരെന്നാണ് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ശരിക്കും ഇന്ത്യനെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യക്കെതിരെ ആരെന്ത് ശബ്ദിച്ചു കഴിഞ്ഞാലും മിണ്ടില്ല, നിശബ്ദ പ്രചരണമായിട്ട് നിൽക്കും. പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിരിക്കെ
ഈ ബൽക്കോട്ടിൽ അതും ഈ ഓപ്പറേഷൻ സിന്ദൂറും എല്ലാം മായാവിദ്യക്കാരന്റെ അല്ലെ മജീഷ്യന്റെ മായാജാല കഥയാണെന്ന് പറയുന്ന വാക്കുകളാണോ പറയേണ്ടത്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു വ്യക്തി, ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കും മോദിക്കും ഒരേപോലെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്നത് ഈ ഫാൻകാർ, ഈ അന്ധമായിട്ടുള്ള വിശ്വസിക്കുന്ന കുറച്ച് ടീംസ് ഈ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന്റെ താഴെ വരെയും അവരുടെ കമന്റുകൾ വരും. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ വീടുന്ന പ്രതീക്ഷയോട് തന്നെയാണ്. കാരണം റിയാലിറ്റി അവരെന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. ആ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ പറയുന്നത് എന്താ, നമ്മളിപ്പോ മോദി ഭക്തന്മാരാണ്, നമ്മൾ അത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ കൂടെയാണ് എപ്പോഴും നിൽക്കുന്നത്. കാരണം നേഷൻ ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ളൂ ആരും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആരതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിപ്പോൾ എത്ര ശത്രുപക്ഷത്താണെങ്കിലും കൂടി, അതിപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക, അതിലൂടെ സംസാരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു ക്രിക്കറ്റിലെ ലോകകപ്പ് വിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ആശംസ പോലും അവരാരും പ്രകടിപ്പിക്കില്ല. അതെന്താന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ കഴിഞ്ഞത് തന്നെ ഏഷ്യ കപ്പ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു ഏഷ്യ കപ്പ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാകിസ്ഥാനായിട്ടായിരുന്നു. പക്ഷെ ഫൈനൽ വന്ന പാകിസ്ഥാൻ അതിൽ തോറ്റുപോയി. എന്നിട്ട് അതിലുള്ള ഉപഹാരം കൊടുത്തതിനെ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ട്രോഫി ഒന്നും കൊടുത്തില്ല. ട്രോഫി കൊടുക്കാതെ പാകിസ്ഥാന്റെ ആള് പോയി തിരിച്ചങ്ങോട്ടേക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞപ്പോഴും അവരെ ഇന്ത്യനെ ഒന്ന് പ്രശംസിക്കുക, ഒന്ന് ആശംസിക്കുക, ഇതാരും കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. അവരാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കാനായിട്ട് വരുന്നത്. എന്തായിരിക്കും അവസ്ഥ നമ്മുടെയൊക്കെ? അപ്പൊ നമ്മൾ സുരക്ഷിതരായിരിക്കോ? ഒരിക്കലും ഇല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറയുന്നത്. ഒരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോ ഒരു പക്ഷേ ഇറാനിൽ അറ്റാക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം അവർ വന്നു കഴിഞ്ഞാൽ. കാരണം ഏറ്റവും കൂടുതൽ 2047 മുസ്ലിം രാഷ്ട്രമാക്കുമെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനയായിട്ടാണ് ഇവർ കൂട്ടുകൂടിയിരിക്കുന്നത്. ഇത് നമുക്ക് വിദൂരമല്ല. അതായത് ഈ നൈജീരിയയിൽ നമ്മളൊരു സംഭവം കണ്ടായിരുന്നു. അതുപോലെ തന്നെ നൈജീരിയ കണ്ടു, അതുപോലെ സുഡാനിൽ കണ്ടു. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനിലെ സ്ത്രീകള് കുറെ നാളുകളായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി. അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ യുദ്ധം തന്നെ നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പൊ നമ്മളിപ്പോ ഈ വാർത്ത ഈ സുഡാനിലെ നൈജീരിയയിലൊക്കെ പറയുമ്പോൾ അതങ്ങ് സുഡാനിലല്ലേ, അതങ്ങ് നൈജീരിയയിലല്ലേ? ഈ നൈജീരിയക്കാരും ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ അതങ്ങ് സുഡാനിലല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷെ അവരുടെ പടിവാതിക്കൽ എത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. ഈ കയറി വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ നമ്മുടെ അടുത്ത് കയറി വന്ന് നമ്മുടെ വസ്ത്രധാരണ രീതി തന്നെ മാറ്റി നമ്മൾ ഏതാണ്ട് പർദ്ദയ്ക്കുള്ളിലും അങ്ങനെയൊക്കെ രീതി ആകണം എന്ന് പറയുമ്പോൾ നമ്മളൊരു അന്യമതത്തിൽപ്പെട്ടവർ കൂടിയാണ്. ആ ഒരു രീതി ആവർത്തിക്കുമ്പോൾ നമുക്കത് ഓക്കെ ആണോ? ഒരിക്കലും അല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ എന്താവുന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിന് പല സൂചനകളും ഇവർ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമേ തന്നെ 2008 പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഇവർ തിരിച്ചടിച്ചിട്ടില്ല തന്നെ ഏറ്റവും വലിയ പോരായ്മയാണ്. ഇത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ചിദംബരം അദ്ദേഹത്തിന് റിഗ്രറ്റ് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഈ സത്യം പുറംലോകം അറിഞ്ഞത്. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് പ്രൊപ്പഗൻഡയാന്ന് പറഞ്ഞാൽ, ഇത് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞുകൊണ്ട് ഒന്നുമേ പറയാൻ പറ്റില്ല. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് പറഞ്ഞത്. അന്നത്തെ കോൺഗ്രസ്സുകാരും അതിന് സപ്പോർട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ മൻമോഹൻ സിംഗിന്റെ കാര്യം നമുക്കറിയാലോ. മൻമോഹൻ സിംഗ് വെറും റബ്ബർ സ്റ്റാമ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് വ്യക്തിത്വം ഉണ്ട്, ഇല്ലാന്നൊന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ സോണിയാഗാന്ധിയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഭരിപ്പിക്കുന്നത്. സോണിയാഗാന്ധി നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. കാരണം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രതിനിധികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അവരോട് സംസാരിക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ. പ്രധാനമന്ത്രി സൈഡാക്കിയിട്ട് സോണിയാഗാന്ധി കൈ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഫോട്ടോസ് ഉണ്ട്, നെറ്റ് സെർച്ച് ചെയ്താൽ അറിയാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് വെറും ഒരു പേരിന് ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ്. കാരണം തങ്ങളുടെ അജണ്ട ഇദ്ദേഹത്തോട് നടപ്പാക്കണം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു അജണ്ടയും ഇതിലില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തികള് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകളും അല്ലാത്തവരും സുരക്ഷിതരാണോ? അല്ല. അത് കുറച്ചൊന്നും മനസ്സിലാവും. നമ്മളിപ്പോ പറയുമ്പോൾ ആർക്കും മനസ്സിലാകില്ല. കുറെ കഴിയുമ്പോൾ അത് വ്യക്തമായിക്കോളും. മനസ്സിലാകട്ടെ നമുക്ക് വിചാരിക്കാം. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള ആക്രമണങ്ങൾക്ക് ഒരു സാക്ഷ്യം വഹിക്കാതിരിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദം കൊണ്ട് എല്ലാവർക്കും നഷ്ടങ്ങളേ ഉള്ളൂ. അതെ. അത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാവുന്നത് ഇത് തിരിച്ചടി കിട്ടുന്ന ഇത് ചെയ്യുന്നവർക്ക് തന്നെയാണ്.
പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. അവരുടെ മെയിൻ ആയിട്ടുള്ള ആരൊക്കെയൊന്നും കൊല്ലപ്പെട്ടില്ല. ഒരു കുടുംബത്തിൽ ഇത്രയും പേര് തന്നെ കൊല്ലപ്പെട്ട ഏതോ പേര് പറയണ്ടല്ലേ, ഓർമ്മയില്ല. ഏതോ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് തന്നെ അവരുടെ കുടുംബക്കാര് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധം കൊണ്ട് ആർക്കാണ് നാശനഷ്ടം ഉണ്ടാവാത്തത്? ശരിക്കും പറഞ്ഞാൽ ഇവര് ഇറങ്ങി തിരിക്കുമ്പോ ഇവർ ആലോചിക്കില്ല തിരിച്ചടിക്കുന്ന ഒരു ഇന്ത്യ ആയിട്ട് ഇന്ന് മാറിയിട്ടുണ്ടെന്നുള്ളത്. അതാണ് ഇവരുടെ ആദ്യത്തെ പ്രശ്നം. അന്ന് 2008 പോലെ ഇന്ത്യ എന്ന് പറഞ്ഞത് മിണ്ടാണ്ടിരിക്കും, കിട്ടിയത് കൊണ്ട് അടങ്ങിയിരിക്കും, തിരിച്ചടിക്കില്ല. അമേരിക്ക പറഞ്ഞത് കേട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയാണ് ഇപ്പോഴെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത് ആ ഒരു മനോഭാവം മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്നും അന്നും നിലനിൽക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കണ്ട് ഇനി ആരൊക്കെ എതിർത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്ക് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള ദൗത്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതാണ് അദ്ദേഹം അത് ചെയ്തതും മറുപടി കൊടുത്തതും. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതും തിരിച്ചടിക്കും എന്നൊരു ഉറപ്പ് നമുക്കുണ്ട്, ഓരോരോ ഇന്ത്യക്കാരനും ഉണ്ട്. കാരണം ഇറാൻ നമ്മുടെ 2 കപ്പല് വെടിവെച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ അടിയിലെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചായിരുന്നു, പണി തിരിച്ചു വരുന്നുണ്ട്, പഴയ ഇന്ത്യയല്ല. അങ്ങനത്തെ ഒരു വാക്ക് സംസാരിക്കാൻ ഓരോ ഇന്ത്യക്കാരും കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ, അത് ഈ ഇന്ത്യ ഭരിക്കുന്ന ആളുകളുടെ കഴിവ് തന്നെയാണ്. പണ്ട് നമ്മുടെ മിലിറ്ററി ഇത്ര സെറ്റ് ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മിലിറ്ററി ഭയങ്കര പവർഫുൾ ആണ്, ഫോഴ്സ് ആണ്, പുറമേ പല അതുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെടിക്കുള്ള എല്ലാ സെറ്റപ്പും നമ്മളുടെ അടുത്തുണ്ട്. അത് നമ്മുടെ അഹങ്കാരം തന്നെയാണ്, സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അത് ബാക്കിയുള്ളവർക്ക് പിടിക്കില്ല, നമ്മൾ ദേശസ്നേഹികളായിട്ടുള്ളവർക്ക് അതൊരു അഹങ്കാരം തന്നെയാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കാരണം യുദ്ധം കൊണ്ട് എല്ലാവർക്കും നാശനഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ, കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചു പോകുന്നുള്ളൂ. അത് കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ഷോക്ക് തന്നെയാണ്. മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നതും കൺമുന്നിൽ പെടഞ്ഞ് മരിക്കുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒറ്റയ്ക്കായി പോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. ഇപ്പോ ആ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിന് പോയവർ തിരിച്ച് എന്ത് സന്തോഷത്തോടെയായിരിക്കും പോയത്, പക്ഷെ തിരിച്ച് അവർ വന്നത് ഒരാളില്ല. ആ ഒരു അവസ്ഥ ഭയങ്കര വേദനാജനകമായിട്ടുള്ള. വിനയ് നർവാളിന്റെ ഭാര്യ തന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിന്റെ അവിടെ നിന്ന് പൊട്ടിക്കരയണ നമ്മൾ കണ്ടതാണ്. 6 ദിവസത്തതേ ഉള്ളൂ. 6 ദിവസം കൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ സ്വപ്നമല്ലേ നഷ്ടപ്പെട്ടു പോയത്. എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പറയുമ്പോ ഒരു 28 27 വയസ്സെങ്ങാണ്ട് ഉള്ളൂ, ചെറിയ പ്രായമാണ്. പക്ഷെ അപ്പോഴാണ് വിധവ എന്നുള്ള ഒരു പദവി അതിലേക്ക് കിട്ടേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ്. അറ്റ്ലീസ്റ്റ് ആ കുട്ടികളുടെ കണ്ണുനീര്, അതുപോലെ ഇത് വിനയ് നർവാളിന്റെ ഭാര്യ ഒരു ഉദാഹരണമാണ്. അതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ കണ്ണീരെങ്കിലും കോൺഗ്രസിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇന്ത്യ ഒരുപാട് നാൾ ഭരിച്ച എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന, ഇന്ത്യയുടെ ഒരു സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇത്രയും ആധിപത്യം ഉണ്ടായിരുന്നവര് ഇപ്പൊ പടിക്ക് പുറത്തായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തുകയാണ് അവർ ചെയ്യേണ്ടത്. പിന്നെയും അത് അവരുടെ തോളോട് തന്നെ കൈയിട്ടിരിക്കുമ്പോൾ അവർ ഒരിക്കലും മാറ്റില്ല അതിൽ നിന്ന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോഴും ഭരിക്കുന്നവർ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് പിടിക്കുന്നില്ല. അതാണിത് മായാജാലമാണ്, ഇതൊരു പ്രൊപ്പഗണ്ടയാണ് എന്ന് പറഞ്ഞു വരുന്നത്. ശരിക്കും ഇത് മായാജാല പ്രൊപ്പഗണ്ടയൊന്നല്ല. ഇതിനെയാണ് നമ്മൾ നാടിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത്. അതെ, ശരിക്കും പോരാളികൾ. അതുകൊണ്ട് തന്നെ ഇനി ആ പോരാളികൾ തിരിച്ചടിക്കുന്ന പ്രതീക്ഷയോടുകൂടി തന്നെ യുദ്ധം ചെയ്യാൻ വരുന്നവർ ഒന്ന് കരുതിയിരുന്നോളൂ. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇനി മറ്റൊരു പഹൽഗാവും മറ്റൊരു ഓപ്പറേഷൻ സിന്ദൂറും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.